നടത്തുന്നത് എന്ന് സംബന്ധിച്ച വിപ്പ് നൽകും. എന്തായാലും വളരെ വളരെ വിശ്വസനീയമായ ഏറ്റവും കൃത്യമായി പറയാൻ സാധിക്കുന്നത് പി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭ മേയറാകും. പി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭ മേയറാകും എന്നത് തന്നെയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥിന്റെ പേരാണ് ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് വനിതാ കൗൺസിലർമാരുടെ അഭിപ്രായം, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്തായാലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കുക എന്നതാണ് കീഴ്വഴക്കം. അത് നേരത്തെ തന്നെ ജില്ലാ അധ്യക്ഷൻ കരമന ജയന്തൻ വ്യക്തമാക്കിയതാണ്. ഏതായാലും വി വി രാജേഷ് ഇപ്പോൾ നമ്മോട് തൊട്ടു മുമ്പ് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ശരീരഭാഷയും എല്ലാം തന്നെ അദ്ദേഹം പുതിയ സ്ഥാനത്തിന് ഏറ്റെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. കാരണം രാജേഷ് അല്പം മുൻപ് തന്നെ RSS ജില്ലാ കാര്യാലയത്തിലെത്തി മുതിർന്ന RSS നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഉച്ചയോടെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വി വി രാജേഷുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതായത് മേയർ സ്ഥാനത്തേക്ക് രാജേഷിന്റെ പേരാണ് പരിഗണിക്കുന്നതെന്ന് സംബന്ധിച്ച കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു. ഏതായാലും രാജേഷിന്റെ സാധ്യതകളെല്ലാം അനുകൂലമായി മാറിയത് ഇന്ന് രാവിലെ നടന്ന നാടകീയമായ ചില നീക്കങ്ങൾ തന്നെയാണ്. അത് ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ നീക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാത്രി വരെ R ശ്രീലേഖ IPSനെ തിരുവനന്തപുരം നഗരസഭ മേയർ സ്ഥാനത്തേക്ക് BJP സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും മറ്റ് വി വി രാജേഷിൻ്റെ പേര് സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും നഗരസഭയ്ക്ക് 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP പുതിയൊരു ഭരണത്തിലേക്ക് പോകുമ്പോൾ അത് നയിക്കാൻ R ശ്രീലേഖ പോലൊരു വ്യക്തിത്വമാണ് BJP സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടിയത്. പക്ഷേ വളരെ വ്യക്തമായ ചില ചർച്ചകൾ അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുമായി വിശദമായ ആശയവിനിമയം ചർച്ചകൾ നടന്നിട്ടില്ല എന്ന പരാതി വ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, CK പത്മനാഭൻ പോലുള്ള നേതാക്കൾ ദേശീയ നേതാക്കളെ ധരിപ്പിച്ചിരുന്നു. ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയെ ധരിപ്പിച്ചിരുന്നു. കത്തുകളിലൂടെ തന്നെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. മാത്രമല്ല ഏറ്റവും നിർണായകമായത് RSSന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനമായത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഭരണം നേടുന്നതിനായി RSS ഗ്രൗണ്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ആഴത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതിനുശേഷം ഒരു മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ RSSന്റെ നിലപാടുകൾ ഏറ്റവും പ്രധാനമാണ്. ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള നഗരസഭാ ഭരണമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം വശമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏറെ മെയ്വഴക്കമുള്ള ഒരാൾ വേണം എന്നത് RSSന്റെ ദൃഢമായ നിശ്ചയമായിരുന്നു. അക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷുമായി നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ RSSന്റെ ചുമതല വഹിക്കുന്ന പ്രസാദ് ബാബു അടക്കമുള്ളവർ വിശദീകരിച്ചിരുന്നു. ഇന്നലെ രാത്രിയുമെല്ലാം വളരെ സുദീർഘമായ ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ നിർണായകമായ തീരുമാനം മാറ്റത്തിലേക്ക് എത്തുന്നത്. അതായത് രാവിലെ വരെ R ശ്രീലേഖയുമായി ബന്ധപ്പെട്ട പേരിൽ ചുറ്റി നിന്നപ്പോൾ ഇന്ന് ഉച്ചയോടെ എടുക്കുമ്പോൾ ആ പേരിൽ വലിയൊരു മാറ്റം വരുന്നു. വി വി രാജേഷ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളാണെങ്കിൽ വി വി രാജേഷിന്റെ പേര് നമുക്ക് ഉറപ്പിക്കാം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥിന്റെ പേരും വരുന്നു. അങ്ങനെയെങ്കിൽ ശ്രീലേഖയ്ക്ക് എന്ത് അക്കമഡേഷൻ നൽകും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയത്. അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ മറ്റോ ജയസാധ്യതയുള്ള BJPക്ക് ഏറ്റവും വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ എന്തെങ്കിലും അക്കമഡേഷൻ അല്ലെങ്കിൽ അവിടെ ഫീൽഡ് ചെയ്യിക്കാനുള്ള സാധ്യതയടക്കം അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ? R ശ്രീലേഖയെ പോലൊരു വ്യക്തിത്വത്തെ ശ്രീലേഖ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നിലവിൽ ശാസ്തമംഗലം വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ ഉചിതമായ ഒരു പോസ്റ്റിംഗ് നൽകുക എന്നത് തന്നെയാണ് സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. ശ്രീലേഖ BJPയിലേക്ക് വരുന്നത് തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ്. അപ്പോൾ ശ്രീലേഖയെ ഉചിതമായ ഒരു പോസ്റ്റിംഗ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ BJPക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. ഒറ്റ അഭിപ്രായമാണുള്ളത്. ശാസ്തമംഗലം വാർഡ് ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള ആലോചനകൾ, ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് ശ്രീലേഖയെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന BJPയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ രീതിയിലൊരു പോസ്റ്റിംഗ് എന്ന തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നു. ഏതായാലും ഡെപ്യൂട്ടി മേയർ എന്ന പദവിയിൽ താഴെയാണ് ഡെപ്യൂട്ടി മേയർ എന്നുകൊണ്ട് തന്നെ ശ്രീലേഖ പോലൊരു വ്യക്തിത്വത്തെ ആ രീതിയിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഒരു BJPക്കകത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് കൗൺസിലർമാരെ തന്നെയാണ് ആ പദവിയിലേക്ക് പരിഗണിക്കുന്നത്. ശ്രീലേഖ ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തന്നെയായിരിക്കും BJPയുടെ ആലോചന. അതേസമയം തന്നെ
മേയറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം, അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ 50 വാർഡുകളുടെ വിജയവുമായാണ് BJP ഭരണം തുടങ്ങാൻ പോകുന്നത്. 2 സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പിച്ചാൽ പോലും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് സ്വതന്ത്രനാണ്. BJPയുടെ അംഗങ്ങൾ എന്ന നിലയിൽ ഒരു കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല. അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ നാളെ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും LDFും മേയർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 50 പേരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി വിജയിക്കുകയും BJP ഭരണം തുടങ്ങുകയും ചെയ്യും. പക്ഷേ 6 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറി മറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനപ്പുറം ഒരു അവിശ്വാസ പ്രമേയം വി രാജേഷിന്റെ പ്രൊഫൈൽ എത്രത്തോളം ഗുണമായിട്ടുണ്ട്, അനുകൂലമായിട്ടുണ്ട്, RSS അതൊക്കെ മനസ്സിലാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ജില്ലാ പ്രസിഡന്റായി തിരുവനന്തപുരം ജില്ലയെ നയിച്ച വ്യക്തിയാണ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള മുൻപരിചയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് കൗൺസിലായിട്ടും ആദ്യമായിട്ട് എത്തുന്നതല്ല. അപ്പോൾ നേരത്തെയും 5 വർഷം കൗൺസിലായി സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. ശ്രീലേഖ ആദ്യമായിട്ട് തന്നെയാണ് എത്തുന്നത്. ഒരു 1.5 വർഷത്തെ മാത്രം BJP ബന്ധം മാത്രമേ ഉള്ളതാനും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ RSS എന്തൊക്കെ ഘടകങ്ങൾ രാജേഷിന് അനുകൂലമായി ചിന്തിച്ചിരിക്കണം? തീർച്ചയായും രാഷ്ട്രീയ പരിചയം തന്നെയാണ് ഏറ്റവും പ്രധാനം. വി രാജേഷ് വളരെ താഴെത്തട്ടിൽ ABPയിലൂടെയും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു കഴിഞ്ഞ ടൈമിൽ. അതിന് മുൻപ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ BJP സംസ്ഥാന വക്താവ്, ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി, അതായത് BJPയുടെ ജില്ലാ സംസ്ഥാന തലത്തിലെല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവ് തന്നെയാണ്. അപ്പോൾ മേയർ എന്ന പദവി എന്ന് പറയുമ്പോൾ ഒന്ന് നഗരസഭയിൽ BJPയെ നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നഗരസഭയിലെ പ്രതിപക്ഷത്തുള്ള മുന്നണികളെ അടക്കം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് യോജിച്ച് പോകുന്നതിനാണെങ്കിലും ഒരു സമവായങ്ങൾ ഉണ്ടാക്കുന്നതിനെല്ലാം ഒരു രാഷ്ട്രീയ മെയ്വഴക്കമുള്ള ഒരാൾ പ്രധാനമാണ്. അതിപ്പോൾ വി രാജേഷല്ല, ഇനി BJP കൗൺസിലിനകത്ത് തന്നെയുള്ള പ്രവൃത്തി പരിചയമുള്ള മറ്റംഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ പരിഗണിക്കുകയാണെങ്കിൽ പോലും അത്തരം വിഷയങ്ങളെല്ലാം തന്നെ RSSന്റെ പരിഗണനയിലുള്ളതാണ്. ഏതായാലും ഇതെല്ലാം തന്നെ ഒരു പ്രവൃത്തി പരിചയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി. ഇതിനപ്പുറത്തേക്ക് RSS പ്രധാനമായും കണ്ടത് അത് തന്നെയാണ്, പൊളിറ്റിക്കൽ പോസ്റ്റിംഗ്. ഒരു തിരുവനന്തപുരം മേയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ വശമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ ആകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുത്തു എന്നത് ഒരു വലിയ പരാതിയായി തന്നെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് അടക്കം വന്നു. അപ്പോൾ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് ആർ ശ്രീലേഖയുടെ പേരാണ്. ആർ ശ്രീലേഖയോടുള്ള ചില വിയോജിപ്പുകളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർ ശ്രീലേഖയുള്ള വിയോജിപ്പുകൾ എന്നതിനപ്പുറത്തേക്ക് RSS കണ്ടത് ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വളരെ പൊളിറ്റിക്കലി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനം, ഒരു കോർപ്പറേഷൻ ഭരണം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുക. കാരണം മറുവശത്ത് 50 വാർഡുകൾ UDFും BJPയും UDFും LDFുമാണ്. 30 സീറ്റ്, 29 സീറ്റാണ് ഇപ്പോൾ LDFിനുള്ളത്. UDFിനും 19 സീറ്റുണ്ട്. അപ്പോൾ അവിടെ ജയിച്ചു വന്നിരിക്കുന്നവരെല്ലാം തന്നെ മേയർ സ്ഥാനത്തേക്ക്, അതായത് LDFും UDFും വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നവർ അടക്കം വിജയിച്ചു വന്നിട്ടുണ്ട്. ഏറെക്കാലം കൗൺസിലിലും രാഷ്ട്രീയ പരിചയമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഈ നഗരസഭാ ഭരണം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഭരണമാണ്. BJPക്ക് തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്തിന് പുറത്തേക്കാണെങ്കിലും വളർച്ചയ്ക്കുള്ളൊരു വളമാകേണ്ടത് ഈ തിരുവനന്തപുരം നഗരസഭാ ഭരണം. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ LDFിൻ്റെ ആ മേയർക്കെതിരെ ആര്യരാജേന്ദ്രനെ അടക്കം ഉന്നയിച്ചുകൊണ്ട് സമരത്തിൻ്റെ വലിയ വേലിയേറ്റം തീർത്ത സമയങ്ങളായിരുന്നു. അപ്പോൾ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം കേവല ഭൂരിപക്ഷം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മികവുറ്റ ഒരു നേതാവിനെ തന്നെ, ഒരു പൊളിറ്റിക്കൽ നിയമനം തന്നെ വേണ്ടിവരുമെന്ന് RSS ചിന്തിച്ചിരിക്കണം. അങ്ങനെയാണ് വി രാജേഷിലേക്ക് എത്താനുള്ള സാധ്യതകൾ വരികയും ഇപ്പോൾ ആ പേരിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം.